ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ പ്രസവരക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനിവിടെ എറണാകുളത്തുള്ള ജനന്യ ആയുർവേദേനെയാണ് എൻ്റെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാനിങ്ങനെ ഡെലിവറിക്ക് മുന്നേ പ്രസവരക്ഷയെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവരുടെ റിവ്യൂസ് നല്ല റിവ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഡോക്ടർ സ്റ്റിനി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരോട് സംസാരിക്കാം. ഇപ്പം നൈറ്റ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല, നമ്മുടെ ഡൗട്ടൊക്കെ ആള് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ഒരുപാട് പാക്കേജസ് ഉണ്ട്. അതിൽ ഞാൻ 14 ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ വേദകുളി, അതായത് വേദവെള്ളം വെച്ചിട്ട് കുളിക്കുന്നതും പിന്നെ ഹെയർ പാക്കും ഫേസ് പാക്കും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ 14 ഡേയ്സിൻ്റെ പാക്കേജിലുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് എങ്ങനെയാണ് പ്രസവരക്ഷ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ 14 ഡേയ്സിൻ്റെ ഒരു പ്രോസസ്സാണ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ പ്രസവരക്ഷ എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇപ്പോൾ സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും, കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കുട്ടികളൊക്കെ നോക്കാനായിട്ട്. അതിനുള്ള ആരോഗ്യം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവരക്ഷ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന കുറച്ച് ഡൗട്ട്സുകൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ പ്രസവരക്ഷ എങ്ങനെയായിരുന്നു എന്ന് കാണാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ജനനിയിലെ ഡോക്ടർ സ്റ്റിനി. അപ്പൊ മാമിനോട് തന്നെ നമുക്ക് ഡയറക്റ്റ് ചോദിച്ചു നോക്കാം എന്താണ് പ്രസവരക്ഷ എന്നും അതുപോലെ പ്രസവരക്ഷ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ മാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എത്രത്തോളം കെയർ കൊടുത്തോ, നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിലാണേലും ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡ് വരെ അത്ര കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതേ അത്രത്തോളം കെയർ തന്നെ ആഫ്റ്റർ ഡെലിവറി ടൈമിലും നമ്മൾ കൊടുക്കണം. പോസ്റ്റ്നേറ്റൽ പീരീഡിൽ നമ്മൾ കൊടുക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഇപ്പം കുഞ്ഞിന് മാത്രമുള്ള കെയർ അല്ല, അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഇല്ലേ. ഒരു നല്ല രീതിയിൽ പോവാതെ PPD പോലത്തെ കണ്ടീഷൻസ് ഒത്തിരി ഇപ്പൊ കണ്ടുവരുന്നുണ്ട്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അപ്പൊ അതിനെല്ലാം നമുക്ക് കറക്റ്റായ രീതിയിലുള്ള ആയുർവേദ ചികിത്സാ രീതികളുണ്ട്. ശിരോധാര, തലപൊതിച്ചിൽ, ഇതെല്ലാം നമ്മുടെ ജനന്യയുടെ പാക്കേജിൽ ആയുർവേദ ചികിത്സകളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജനന്യയിൽ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് കിഴികളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പോ പൊടിക്കിഴിയുണ്ട്, ഇലക്കിഴിയുണ്ട്, വേണ്ടി വന്ന് നമുക്ക് നാരങ്ങക്കിഴി പോലത്തെ ട്രീറ്റ്മെന്റ്സും കൊടുക്കേണ്ടി വരും. ചില കണ്ടീഷൻസ് ഈ നമ്മുടെ നീർക്കെട്ട് അങ്ങനത്തെ നേഴ്സിനുള്ള നീർക്കെട്ടുകൾ, നമ്മുടെ ശരീരത്തിലെ ബാക്ക് പെയിൻ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ ആഫ്റ്റർ C-സെക്ഷൻ കഴിയുമ്പോൾ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. ബാക്ക് പെയിൻ കോമൺ ആണ്, റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഴികൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 21 ഡേയ്സ് തുടങ്ങിയിട്ടുള്ള പാക്കേജുകളാണ് കിഴികൾ വരുന്നത്. പൊടിക്കിഴി, ഇലക്കിഴി, അങ്ങനത്തെ കിഴികൾ വരും. എല്ലാവർക്കും ഒരേ സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആയിരിക്കില്ല. C-സെക്ഷൻ ആകുമ്പോൾ വേറെ ആയിരിക്കും, നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ വേറെ ആയിരിക്കും. അത് മാത്രമല്ല, എന്താണോ അമ്മയുടെ കണ്ടീഷൻ, ഇപ്പൊ എല്ലാവർക്കും ബാക്ക് പെയിൻ ഉണ്ടാവണം എന്നില്ല. ചിലവർക്ക് വേറെ ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ എന്താണ് നീര് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റ് പാറ്റേൺ എല്ലാം ചേഞ്ച് ചെയ്യും. പിന്നെ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യാം. ഇന്റേണൽ മെഡിസിൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സെറ്റ് ഓഫ്, പണ്ടിപ്പോ നമ്മളെന്ന് വെച്ചാൽ ഒരു ഫാർമസി പോകുന്നു അല്ലെങ്കിൽ ഒരു വൈദ്യന്റെ അടുത്ത് പോകുന്നു, മെഡിസിൻസ് എടുക്കുന്നു, അതൊരു ആ ഒരു സെറ്റ്. ആര് വന്നാലും കശ്മൂലജീരകാരി ഇഷ്ടം ഉണ്ടാവും, ധന്വന്തരം കഷായം ഉണ്ടാവും, അതേ ഉള്ളൂ. നമ്മുടെ ജനനിയിൽ അങ്ങനെയല്ല. ഡെലിവറി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൺസൾട്ടേഷൻ ഉണ്ടാവും, ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും മെഡിസിൻസ് ആണെങ്കിലും ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും നമ്മൾ ചാർട്ട് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ്സിന് വേണ്ട ഇപ്പൊ പൊടിക്കിഴിക്കുള്ള എല്ലാ മരുന്നുകളായിരിക്കില്ല, എല്ലാവർക്കും ഒരേ സെറ്റ് മരുന്നുകളായിരിക്കില്ല. എന്താണോ അമ്മയുടെ കണ്ടീഷൻ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ്സിലും മെഡിസിൻസ് ഇടുന്നത്. ഇന്റേണൽ മെഡിസിൻസും അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുക. പിന്നെ കുറെ പേർക്കുള്ള ഡൗട്ടാണ്, എന്താ പറയാ, നമ്മൾ ഇപ്പൊ കഷായങ്ങൾ അതുപോലെ ലേഹ്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് അത് ബേബീസിനെ എഫക്ട് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് മാം ഒന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് ഈ പോസ്റ്റ്നേറ്റൽ പീരീഡിൽ കഴിക്കാൻ പറ്റുന്ന, ബേബിക്കും സേഫ് ആയിരിക്കണം,
കഴിക്കണം. അമ്മയുടെയും സേഫ്റ്റിക്ക് അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കുള്ളൂ. ഒരിക്കലും ബേബിക്ക് ഹാംഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ആ ടൈമിൽ കൊടുക്കില്ല. പ്രോപ്പറായിട്ട് കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് മെഡിസിൻസ് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ചിലവർക്ക് ലാക്ടേഷൻ കുറവായിരിക്കും. അപ്പൊ ലാക്ടേഷൻ കൂട്ടാനുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ലേഹ്യങ്ങളുണ്ട്. പിന്നെ തടി വെക്കാതെ യൂട്രസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലേഹ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ലേഹ്യങ്ങളും അതുപോലെ കഷായങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാവും തടി വണ്ണം വെക്കോ. കാരണം പഴയ കാലത്ത് നന്നായിട്ട് നെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടാണല്ലോ നമ്മൾ ലേഹ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉരുളിയിൽ ലേഹ്യം ഉണ്ടാക്കണമെങ്കിൽ അത് മൊത്തം ഈ പ്രസവിച്ചെടുക്കുന്ന അമ്മേനെ കൊണ്ട് കഴിപ്പിക്കും. അതാണ് നാട്ടുനടപ്പ് കണ്ടുവരുന്നത്. നമുക്ക് മരുന്നുകളാണ് കഴിക്കുന്നത് അല്ലെ. അപ്പൊ ആവശ്യത്തിനുള്ള മരുന്ന് മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതൊന്ന്. പിന്നെ എല്ലാ ലേഹ്യങ്ങളും തടി വെക്കുന്നതല്ല. ഇപ്പൊ ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ തടി വെക്കണം എന്നുണ്ടാവും. ആഫ്റ്റർ ഡെലിവറിയും അവർക്ക് തടി വെക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നമുക്ക് തടി കൂടി ഇപ്പൊ അശ്വഗന്ധാദി പോലത്തെ ലേഹ്യങ്ങൾ കൊടുക്കും. പിന്നെ തടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് പുളിലേഹ്യം പോലുള്ള ലേഹ്യങ്ങളാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. ഇനി അതായത് സി സെക്ഷൻ ഉള്ള ചെയ്ത ആൾക്കാരുണ്ടാവും, നോർമൽ ഡെലിവറി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സി സെക്ഷൻകാർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയാണ്? നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ ആഫ്റ്റർ 7 daysന് ശേഷം നമുക്ക് ട്രീറ്റ്മെന്റ്സ് തുടങ്ങാം. ഓക്കെ, കിഡിലാണെങ്കിലും മസാജും വേദപൂളിയും എല്ലാം അതിനുശേഷം തുടങ്ങാം. സി സെക്ഷൻ ആണെങ്കിൽ നമ്മൾ 15 days ആണ് വെക്കുന്നത്. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഹീലിംഗ് പ്രോസസ് ആയി കംപ്ലീറ്റ് ഹീലായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ എന്തെങ്കിലും പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒരു 21 daysന് ശേഷം ആക്കും. 14 to 21 days ആണ് സി സെക്ഷനിൽ നമ്മൾ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പ്രസവരക്ഷയുടെ കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മുടെ ജനനിയെന്ന് ഞാൻ എടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവർ കൊണ്ടുവന്നിട്ടുള്ള മെഡിസിൻസ് കാണാം. അപ്പോൾ ഇതിൽ അരിഷ്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ ലേഹ്യമുണ്ട്, പിന്നെ ലിപ് ബാം ഉണ്ട്, കാജലുണ്ട്, പിന്നെ നമ്മുടെ ബോഡി മസാജ് ചെയ്യാനുള്ള ഓയിൽ, ബേബീനെ കുളിപ്പിക്കാനുള്ള ഓയിൽ, അതുപോലെ നമുക്ക് വെള്ളം ഉണ്ടാക്കാനുള്ള മരുന്നുകൾ, ഹെയർ പാക്ക്, ഫേസ് പാക്ക് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ ജനനിയിൽ തന്നെ കൊണ്ടുവരും. അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷനും ഉണ്ട്. ഡോക്ടറും തെറാപ്പിസ്റ്റും കൂടിയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്കനുസരിച്ചിട്ടുള്ള നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ആണ്. എന്താണെങ്കിലും നമ്മുടെ ബോഡി നോക്കിയിട്ട് നമ്മുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എല്ലാ പാക്കുകളും റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ഹെയർ മസാജ് എന്നാണ്. അപ്പോൾ നമ്മൾ ഫുൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ഹെഡ് മസാജ് നമുക്ക് അത്രയും റിലാക്സേഷൻ തരുന്നുണ്ട്. നമ്മുടെ ഹെയർ നല്ലപോലെ നറിഷ് ആവാനും നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോവാനും പിന്നെ നല്ല ഒരു സ്ട്രെസ് ഫീൽ ഒന്ന് പോയി നല്ലപോലെ റിലാക്സ് ആവാനും ഒക്കെ നമുക്ക് ഈ ഒരു ഹെഡ് മസാജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 minutes നന്നായിട്ട് മസാജ് ചെയ്യും നമ്മുടെ തല. ഇതാണ് എൻ്റെ തെറാപ്പിസ്റ്റ് മേരി ചേച്ചി. അപ്പോൾ ചേച്ചി എന്നെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും അത്രയും കെയറോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് താങ്ക്സ് എന്ന് പറയാണ് കേട്ടോ ഇപ്പം തന്നെ മേരി ചേച്ചിയോട്. അപ്പോൾ കുറേ സമയം നല്ല രീതിയിൽ ഹെഡ് മസാജ് ചെയ്യും. അത് നല്ലൊരു നമുക്ക് ഉറക്കമൊന്നും ശരിയാവാതെ നമ്മൾ ഫുള്ള് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നല്ലൊരു റിലാക്സാണ് എനിക്ക് ഈ ഒരു ഹെഡ് മസാജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് നമ്മുടെ ഫേസ് മസാജാണ് കേട്ടോ. അപ്പോൾ ഫേസ് മസാജ് ചെയ്യുന്നത് എനിക്ക് കുങ്കുമാതി തൈലം കൊണ്ടാണ്. കാരണം എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസിൻ്റെ മാർക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മുടെ ഡോക്ടർ സ്റ്റിനി മാം പറഞ്ഞതാണ് എനിക്ക് കുങ്കുമാതി തൈലം. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 15 minutes നന്നായിട്ട് മസാജ് ചെയ്യും. ഈ ഒരു മസാജിൽ എനിക്ക് നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും നല്ലൊരു റിലാക്സേഷനാണ് നമുക്ക് ഈ ഒരു മസാജിൽ നിന്ന് കിട്ടുന്നത്. എല്ലാം നോക്കി പ്രഷർ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ മേരി ചേച്ചി നമുക്ക് മസാജ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ തനിയെ പോകും. ആ ഒരു മസാജ് കാരണം നമ്മൾ തനിയെ ഉറങ്ങിപ്പോവും. പിന്നെ
എല്ലാം കഴിഞ്ഞിട്ടാണ് ഒന്ന് കുളിച്ച് ഒക്കെ വരുമ്പോഴാണ് ഒന്ന് സുഖമായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഫേസ് പാക്ക് ഇടുകയാണ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം നമ്മുടെ ജനനിയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഓരോ പേഷ്യൻസിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഫേസ് പാക്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ബോഡി പോളിഷിംഗ് ആണെങ്കിലും എല്ലാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മുടെ ഫേസിൽ അങ്ങനെ ഇട്ടിരിക്കും. നമ്മുടെ കുങ്കുമാതി തൈലം തേച്ചതിന് ശേഷം ഫേസ് പാക്ക് ഇടും. അതിന് ശേഷമാണ് ബോഡി ഫുള്ള് നമ്മൾ ഉഴിയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉഴിച്ചിൽ കൊണ്ട് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവർക്ക് ഉഴിയുമ്പോൾ തന്നെ നമ്മുടെ മേത്ത് എത്രത്തോളം നീരുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നോക്കി എല്ലാം ഉടച്ച് നല്ല രീതിക്ക് നല്ലൊരു മസാജാണ് കേട്ടോ. നല്ല സുഖമാണ് നമ്മുടെ ദേഹത്ത് ഈ ഒരു തൈലം കൂട്ടി. ഇതൊക്കെ ജനനിയ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ ജനനിയുടെ മെഡിസിൻസ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ദേഹത്ത് നല്ല നീരുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഡെലിവറി പോലെ ആയിരുന്നില്ല, സെക്കൻഡ് ഡെലിവറിയിൽ നല്ല നീരുണ്ടായിരുന്നു. അപ്പോൾ ആ നീരൊക്കെ നല്ല രീതിയിൽ കുറയാനായിട്ട് ഈ ഒരു ബോഡി മസാജ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമുക്ക് നല്ല പോലെ ബോഡി മസാജ് ഉണ്ട്. കയ്യ്, കാല്, അതുപോലെ തന്നെ ഇടുപ്പ്, തൊട, അവിടെ എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് തരും. പിന്നെ എനിക്ക് സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ വയറിൽ മസാജ് ചെയ്ത് തരില്ല, കാരണം മുറിവ് ഉണങ്ങാനായിട്ട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു മസാജ് നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് തരാം കേട്ടോ. നമ്മുടെ ദേഹത്ത് ആദ്യത്തെ 2 ദിവസമൊക്കെ നമുക്ക് നല്ലപോലെ പെയിൻ ഉണ്ടാവും, കാരണം നീരെല്ലാം ഉടച്ച് അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ. പിന്നെ അങ്ങോട്ട് നമുക്ക് ഭയങ്കര സുഖമാണ് തോന്നുക കേട്ടോ. നമുക്കറിയാം, നമുക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് അറിയാം. എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തതാണ്. കാരണം നീരുള്ള സമയത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു ഇതുപോലെ ഒഴിയുന്ന സമയത്തൊക്കെ. പക്ഷെ നീരൊക്കെ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു പെയിൻ റിലീഫും അതുപോലെ തന്നെ നല്ലൊരു സുഖമൊക്കെയാണ് നമ്മൾ ഈ ഒരു ബോഡി മസാജ് ചെയ്യുമ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ ബോഡി മസാജിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഹെയർ പാക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് ജനനിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹെയർ പാക്കാണ്. അപ്പോൾ ഈ ഹെയർ പാക്ക് എനിക്ക് മിക്സ് ചെയ്തിട്ടുള്ളത് ഇന്ന് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണോ സൂട്ട് ആവുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർ പാക്കുകൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല പോലെ എൻ്റെ തലയിൽ അത് പുരട്ടി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദേഹം കുളിച്ച് വരുന്ന ആ സമയത്ത് തലയിൽ നന്നായിട്ട് പിടിക്കുമല്ലോ ആ സമയം കൊണ്ട്. അപ്പോൾ നല്ലപോലെ എൻ്റെ ഹെയർ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഹെയർ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ട്, ഡാൻഡ്രഫ് പോയി, അങ്ങനെ കുറേ ഡിഫറൻസ് ഈ ഒരു ഹെയർ പാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജനനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓയിൽ ആണെങ്കിലും നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇത് തലേ ദിവസം നമ്മൾ വേദവെള്ളം റെഡിയാക്കി വെക്കും. വേദവെള്ളത്തിലേക്കുള്ള ഇലകളൊക്കെ ഈ മേരി ചേച്ചി വരുമ്പോൾ ആളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ കിഴിയുണ്ട്, കിഴി ഇട്ടിട്ടാണ് നമ്മൾ വേദവെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വേദവെള്ളത്തിലാണ് കുളിപ്പിക്കുക. അപ്പോൾ കുളിക്കുന്ന സമയത്ത് എനിക്ക് മഞ്ഞളും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് ഫുള്ള് ദേഹത്ത്, പച്ചമഞ്ഞളാണ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് ദേഹത്ത് നന്നായിട്ട് പുരട്ടി തരും. അപ്പോൾ അങ്ങനെ കുളിച്ചിറങ്ങി അതിന് ശേഷം നമുക്ക് ചേച്ചി രാസ്നാദിപ്പൊടി ഇട്ട് തരും കേട്ടോ. കാരണം ജലദോഷവും പനിയൊന്നും വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാസ്നാദി നന്നായിട്ട് ഇട്ട് തരും. അപ്പോൾ രാസ്നാദി ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മുടെ തല പുകയ്ക്കുക എന്നുള്ളതാണ്. കുന്തിരിക്ക ഇട്ടിട്ട് തല പുകയ്ക്കുക. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുണ്ടാവുന്ന കായകളൊക്കെ പോവാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ തിക്കോടുകൂടി വളരാനും പിന്നെ തലവേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തലവേദന വരാതിരിക്കാനൊക്കെയാണ് നമ്മളിങ്ങനെ കുന്തിരിക്ക ഇട്ടിട്ട് പുകയ്ക്കുന്നത് കേട്ടോ. മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞി ബേബീനെ കുളിപ്പിക്കുക കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ, ഓയിൽ മസാജൊക്കെ ചെയ്ത് കുളിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ബേബീനെ കുളിപ്പിക്കാനാണെങ്കിലും ഓയിൽ മസാജ് ചെയ്യാനാണെങ്കിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജനനിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള വെളിച്ചെണ്ണ, അതായത് നമ്മുടെ തേങ്ങാപ്പാൽ ഉരുക്കിയിട്ടുണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ബേബീനെ കുളിപ്പിക്കുന്നത് കേട്ടോ. തലയിലാണെങ്കിലും ദേഹത്താണെങ്കിലും ആ ഒരു എണ്ണ വെച്ചിട്ടാണ് മസാജ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മസാജ് നമ്മുടെ ബേബിക്കും കിട്ടും. പിന്നെ ഇവരുടെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ കേരള സർവീസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടലി ഞാൻ ഈ ഒരു 14 ഡേയ്സിൻ്റെ നമ്മുടെ ജനനിയുടെ ട്രീറ്റ്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം എൻ്റെ ദേഹത്തുള്ള നീരെല്ലാം പോയി, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിൻ്റെ മാർക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോയി, നമ്മുടെ ബോഡി ഫുള്ള് ക്ലിയർ ആയി കേട്ടോ ഈ ഒരു 14 ഡേയ്സ് കൊണ്ട് തന്നെ.